ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമുക്ക് നോൺ വെജിൻ്റെ അതേ സ്വാദിൽ തന്നെ കപ്പ ബിരിയാണി തയ്യാറാക്കിയല്ലോ. നോൺ വെജിൻ്റെ അതേ സ്വാദിൽ തന്നെ നമ്മുടെ ഈ ഒരു കിഴി കപ്പ ബിരിയാണി നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു കപ്പ കിഴി ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പം നമുക്ക് വേഗം നമ്മുടെ ഒരു അടിപൊളി കപ്പ ബിരിയാണി റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു അടിപൊളി കപ്പ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ മീഡിയം സൈസിലുള്ള 2 കപ്പ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ തൊണ്ടെല്ലാം പൊളിച്ച് നല്ല വൃത്തിക്ക് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ തൊണ്ടൊന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊണ്ട്, അതായത് ഔട്ട്സൈഡ് ആ പാർട്സ് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് കപ്പ പൊളിക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ കാണിച്ചു തരികയാണ്. അത് ഇതുപോലെയാണ് നമ്മൾ കപ്പയെന്ന് പൊളിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഔട്ട്സൈഡ് പാർട്സ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ തൊണ്ടൊന്ന് പൊളിച്ച് പാത്രത്തിലാക്കിയതിന് ശേഷം നമുക്ക് അടുത്തതും കൂടെ ബാക്കിയെല്ലാം ഉള്ളത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. മണ്ണൊക്കെ ഉണ്ടാവും, അപ്പോൾ അതെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് കൊത്തി ഒന്ന് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് ഞുറുക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ കപ്പ ഒന്ന് കൊത്തിയെടുക്കാം. കപ്പയെല്ലാം ഈ ഒരു രീതിയിൽ എല്ലാം കൊത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവശത്തെ ആ വേര് നമുക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള കപ്പയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കൊത്തിയെടുത്തേക്കാം കേട്ടോ. കപ്പ എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് കൊത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൽ നിന്ന് നമുക്ക് വാരി നമുക്ക് കുക്കറിലോട്ട് നമുക്ക് ഈ കപ്പയെല്ലാം നമുക്ക് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ കുക്കറിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ച് കപ്പ വേവാൻ വേണ്ടിയിട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണ് ഉപ്പാണ് ചേർത്തേക്കുന്നത്. ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നോൺ വെജിൻ്റെ അതേ സ്വാദിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെജ് കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സോയ ചങ്ക്സ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് സോയ ചങ്ക്സ് നമ്മുടെ വെള്ളത്തിൽ തൊട്ട് ആക്കുന്നുണ്ട്. ഞാനിവിടെ വലിയ സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ളത്തിലോട്ട് ആക്കിയതിന് ശേഷം സോയാബീൻ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെള്ളത്തിലാക്കാം. നമുക്ക് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് 2-3 വാഷ് ചെയ്ത് എടുക്കാം. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നോക്കിക്കോളും, ഞാൻ എടുത്തിട്ടുണ്ട്. വെള്ളം കൂടെ ഉണ്ട്, നല്ല തണുത്ത വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇനി പിഴിഞ്ഞെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്വീസ്, അതായത് പിഴിഞ്ഞെടുത്ത് ഇതുപോലെ വെള്ളം എല്ലാം ഊർന്നെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ കപ്പയുടെ വേവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ട് നമ്മുടെ കപ്പ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കൂടെ മൊത്തം റിമൂവ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കൊരു കടായി എടുക്കാം. ആ കടായിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഈ വക നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് കുഞ്ഞ് 2 പട്ട ഞാൻ ഞുറുക്കിയത് ആഡ് ചെയ്തിട്ടുണ്ട്. 3 ഗ്രാമ്പു ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം മീഡിയം സൈസിലുള്ള 2 സവോള ഞുറുക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഇവ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോ പേസ്റ്റ്, അതായത് ഒരു മീഡിയം സൈസ് തക്കാളിക്ക് മിക്സിയിൽ ജസ്റ്റ് അതൊന്ന് അരച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ മസാലയും തക്കാളിക്കായും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ.
ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കത് ലിഡ് ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, ഓയിലെല്ലാം നന്നായിട്ടൊന്ന് റിലീസായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയും തക്കാളിക്കും എല്ലാം നന്നായിട്ടൊന്ന് വഴട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഈ വക ആഡ് ചെയ്യുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയ ചങ്ക്സും മസാല നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലോട്ട് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതാ ലിഡ് ഓപ്പൺ ചെയ്യാം. ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ, ഓയിലും റിലീസ് ആയിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സിലോട്ട് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. കപ്പ എല്ലാം വേവിച്ച് വെച്ചിരിക്കുന്ന ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മസാലയും സോയാബീനും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് എടുത്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില എടുക്കാം. വാഴയില ഞാൻ വാട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ വാഴയിലയിലോട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കപ്പ ഒന്ന് വിളമ്പിയെടുക്കാം കേട്ടോ. ഞാനിവിടെ 2ആയിട്ട് വാഴയില എടുത്തിട്ടുണ്ട്, അതായത് പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഈ കപ്പ നമ്മുടെ ഇതിലോട്ട് ആ കിഴിയിലോട്ട്, അതായത് നമ്മുടെ വാഴയിലോട്ട് ഒന്ന് വിളമ്പിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് സവാള ഞുറുക്കി വെച്ച് അതും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് റാപ്പ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് കിഴി നമ്മൾ കെട്ടുന്ന പോലെ തന്നെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം. വാഴയിലയുടെ ആ ചരട് വെച്ച് നന്നായിട്ട് ഇതുപോലെ ഞാൻ കിഴി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമർ എടുക്കാം. സ്റ്റീമറിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ഒരു തട്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ കിഴി കെട്ടി വെച്ചിരിക്കുന്ന ആ വാഴയില കൂമ്പ് നമ്മൾക്ക് ഇതിലോട്ട് വെച്ചതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കിഴി നന്നായിട്ടൊന്ന് സ്റ്റീമായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പുറത്തോട്ട് പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. കെട്ടി വെച്ചിരിക്കുന്ന ആ നൂലെല്ലാം നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മുടെ കപ്പ ഒന്ന് നമുക്ക് തുറന്നെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല പ്ലേറ്റിലോട്ട് നമ്മൾ ഈ ഒരു കപ്പ തുറന്നെടുത്തപ്പോഴത്തേക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മുടെ നോൺ വെജിൻ്റെ അതേ സ്വാദിലാണ് നമ്മുടെ ഈ ഒരു കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് നോൺ വെജ് തോറ്റു പോകും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ വെജിറ്റേറിയൻ കപ്പ ബിരിയാണിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.